കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് മനോഹർ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം തന്റെ പ്രിയതമ്മയുടെ ബർത്ത്ഡേ ആഘോഷമാണ് നടക്കാനായിട്ട് പോകുന്നത്. അവളെ കയ്യിലെടുക്കണം, അവളെ മാത്രമല്ല അവളുടെ വീട്ടുകാരെ കയ്യിലെടുക്കണം എന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം. അപ്പൊ അവൾക്കൊരു സമ്മാനമൊക്കെ കൊടുക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു അടിപൊളി ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങുന്നുണ്ട്. അത് ചെറിയ ഗിഫ്റ്റ് ഒന്നുമല്ല, സ്വർണം തന്നെയാണ് വാങ്ങിക്കുന്നത്. സ്വർണത്തിന് നല്ലൊരു അടിപൊളി മോതിരമാണ് വാങ്ങിക്കുന്നത്. കാരണം അവളുടെ കൈവിരലില് ഇത് അഴിഞ്ഞു കൊടുക്കണം. ഇതൊക്കെ ഓർത്തിട്ട് മനോഹർ എന്ത് ചെയ്യുവാണ്, അങ്ങനെ ആ ഗിഫ്റ്റ് ഒക്കെ വാങ്ങി നേരെ അങ്ങോട്ടേക്ക് പോവാണ്. വരുണിന്റെ വീട്ടിലേക്ക് പോവാ. ഈ സമയത്ത് കല്യാണിയൊക്കെ നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കല്യാണിയൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ജുബാനയും നിധയൊക്കെ അങ്ങോട്ടേക്ക് വന്നു. പിന്നീട് വരുണിനെ ഒരുക്കുവാണ്. വരുൺ നല്ല അടിപൊളിയായിട്ട് നല്ല വന്ദനയായിട്ട് അങ്ങോട്ട് ഒരുങ്ങുവാണ്. അങ്ങനെ ഒരുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണം പറഞ്ഞു, എനിക്കിപ്പോ കണ്ടാൽ എനിക്ക് പോലും അസൂയ തോന്നിപ്പോവാ, അത്രയ്ക്ക് നല്ല സൗന്ദര്യമല്ലേ വരുണെന്ന് ചോദിക്കാം. ഇത് കേട്ട് വരും പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല ചേച്ചി എന്ന് പറയണ. ഇത് കേട്ടെന്ന് നിധ പറഞ്ഞു, അതുകൊണ്ടാണല്ലോ മനോഹർ വീണേന്ന് പറയാണ്. അങ്ങനെ അവര് ഇരിക്കുന്നതിനിടയ്ക്ക് വരുണിന്റെ അമ്മ അങ്ങോട്ടേക്ക് വരുവാണ്. സുഗന്ധി വന്നിട്ട് പറഞ്ഞു, മോളെ കണ്ടു, അധികം വൈകാതെ തന്നെ അവന്റെ ഈ നാടകം കൊണ്ട് അവസാനിക്കും. കല്യാണ ദിവസം അവൻ അങ്ങനെ തേഞ്ഞൊട്ടി പോണ സമയത്ത് എന്റെ മോളത് നിതേനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാം, എന്റെ മോൾ അങ്ങോട്ടേക്ക് നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് വരണം, എന്നിട്ട് അവന്റെ കൺമുന്നിൽ വെച്ച് തന്നെ മോളുടെ കഴുത്തില് വന്ന് താലി അടത്തണമെന്ന് പറയണം. ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അമ്മേ, ഞങ്ങളെല്ലാരും തീരുമാനിച്ചുറപ്പിച്ചു വെച്ചേക്കുന്ന കാര്യമല്ലേ അത്, അതിന് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയണം. ഇനി ഒരു പെൺകുട്ടിയുടെ പുറകെ അവന് ഒരിക്കലും പോവരുത്, അതിന് വേണ്ടിയുള്ള 8ന്റെ പണിയായിരിക്കണം അവന് കൊടുക്കണ്ടേന്നൊക്കെ പറയണം. ഇത് കേട്ടതും ജുബാൻ പറഞ്ഞു, അത് ശരിയാ, അവന് പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ വീക്കൻസാ, സാധാരണ പെൺകുട്ടികളൊന്നും ഓട്ടം വിടൂല. ഇച്ചിരി പണവും പത്രാസും ഉള്ളിടത്ത് മാത്രം അവൻ കയറി പിടിക്കുള്ളൂ. അത് അവന് കണ്ടുപിടിക്കാൻ പ്രത്യേക കഴിവുണ്ട്. അവനത് കണ്ടുപിടിച്ചിട്ട് അവനിങ്ങനെ പരുന്തിങ്ങനെ റാഞ്ചാൻ നിൽക്കുന്ന പോലെ നോക്കി നിൽക്കും. പിന്നീട് ആ പെൺകുട്ടികളുടെ മനം കവരാനായിട്ട് അവന് പ്രത്യേക ഒരു കഴിവ് തന്നെയാന്ന് പറയണം. ഇത് കേട്ടതും നിഷ പറഞ്ഞു, അത് ശരിയാ, അങ്ങനെയാണല്ലോ എല്ലാരെയും അവൻ വീഴ്ത്തിയത്. പക്ഷെ ഇത്തവണ അവൻ വീണുപോയി. കാരണം അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പണിയല്ലേ അവനൊരു കിട്ടാൻ പോകുന്നേ. കാരണം വരുണിനെ പ്രണയിച്ചത് പോലും അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമല്ലേ, അവന് തെറ്റിപ്പോയി. ഇത്തവണ അവന്റെ പണികളും എല്ലാ കാര്യങ്ങളും അങ്ങനെ പൊളിയൂന്ന് പറയണം. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും മനോഹർ അങ്ങോട്ടേക്ക് വരുവാണ്. ഈ സമയത്ത് സുഗന്ധി വന്നിട്ടുണ്ട്, മോളെ അവൻ എത്തിയിട്ടുണ്ടെന്ന് പറയണം. ആണോ, അന്ന് ഇപ്പൊ തന്നെ ഞാൻ അങ്ങോട്ട് വന്നേക്കാന്ന് പറയണം. ബാക്കി എല്ലാരും അവിടെ തന്നെ ഇരുന്നു. പിന്നീട് സുഗന്ധി അവളെയും കൂട്ടിക്കൊണ്ട്, അവളെയല്ല വരുണിനെയും കൂട്ടിക്കൊണ്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മനോഹർ ഒരു ചിരിയൊക്കെ ചിരിച്ച് അകത്തേക്ക് കയറി വരുവാണ്. പിന്നീട് ചോദിച്ചു, ഞാൻ ലേറ്റ് ആയ മോളൂന്ന് ചോദിക്കുക. ഇല്ല, ഏട്ടൻ നേരത്തെ തന്നെ വന്നല്ലോ എന്ന് പറയണം. ഇരിക്കാനൊക്കെ പറയാണ് സുഗന്ധി. അങ്ങനെ മനോഹർ അവിടെ ഇരുന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു, അതെ പെട്ടെന്ന് തന്നെ എനിക്ക് പോണെന്ന് പറയണം. മനോഹർ ഭയങ്കര ധൃതിയൊക്കെ അഭിനയിക്കണം. അല്ലെ എന്താ മോനെ, എന്തെങ്കിലും ആവശ്യം ഉണ്ടോന്ന് ചോദിക്കാം. അല്ലെ ബിസിനസിന്റെ കാര്യങ്ങൾക്കായിട്ടെ 1-2 ആവശ്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാന്ന് പറയണം. ഓ അങ്ങനെയാണല്ലേ, എന്നാ നമുക്ക് ബർത്ത്ഡേ പാർട്ടി അങ്ങോട്ട് ആഘോഷിച്ചേക്കാം. അല്ല വേറെ ആരെയും വിളിച്ചിട്ടില്ലേന്ന് ചോദിക്കാം. എന്റെ മോനെ എന്ത് പറയാനായിട്ടാ, ഇവൾക്ക് അങ്ങനെ അധികം അങ്ങനെ ആൾക്കാരൊന്നും വിളിച്ച് നടത്താൻ ഒട്ടും താല്പര്യമില്ല. ഞാൻ പറഞ്ഞ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാനായിട്ട്, പക്ഷെ ഇവള് പറഞ്ഞത് അന്നും വേണ്ട അമ്മയെന്നൊക്കെ പറയണം. എന്ത് ചെയ്യാനാ, എന്റെ മോളുടെ സ്വഭാവം ഇങ്ങനെയായി പോയെന്ന് പറയാ. ഇത് കേട്ടതും മനോഹർ പറഞ്ഞു, അതെന്താണല്ലോ നല്ല കാര്യമാണല്ലോ, എനിക്കും ഇങ്ങനെയൊക്കെ തന്നെയാ. അധികം വലിയ ആർഭാടം നടത്തുന്നതോട് താല്പര്യമില്ല. അതുകൊണ്ടല്ലേ ഞാൻ പിന്നെ എനിക്ക് കല്യാണം വരെ നല്ല രീതി വലിയ ആർഭാടമായിട്ട് നടത്താതെ ചെറിയ തോതിൽ തന്നെ നടത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞേ. രാഘവൻ പറഞ്ഞു, അത് ശരിയാ, മോന്റെ ഈ എളിമയും കാര്യങ്ങളൊക്കെയാ ഞങ്ങളെ കൂടുതൽ മോനിലേക്ക് അടുപ്പിച്ചെന്നൊക്കെ പറയണം. ഇതൂടെ കേട്ട് കഴിഞ്ഞപ്പത്തിനും മനോഹർ നിലത്തൊന്നുമല്ല നിൽക്കുന്നത്, കോടികളാണ് കയ്യിലേക്ക് വരാൻ പോകുന്നത്. അപ്പൊ ഇവരെങ്ങനെയാണ് സോപ്പിട്ട് നിന്നല്ലേ മതിയാവുള്ളൂ. പിന്നീട് അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങുവാണ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് മനോഹറിന് കൊടുക്കുവാണ്. ഈ സമയത്ത് മനോഹർ പറഞ്ഞു, അല്ല അച്ഛനും അമ്മയ്ക്കും. ഇത് കേട്ട സുഗന്ധി പറഞ്ഞു, ആദ്യം മോന് തട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ മോനാണല്ലോ ഇവളുടെ ഭർത്താവാൻ പോണേന്ന് ചോദിക്കുകയാണ്. അങ്ങനെ മനോഹർ കേക്ക് കൊടുത്തു. കേക്കൊക്കെ വാങ്ങി കഴിച്ചതിന് ശേഷം മനോഹർ ഗിഫ്റ്റ് കൊടുക്കണം. ഗിഫ്റ്റ് എടുത്തിട്ട് പറഞ്ഞു, ഇത് ഞാൻ മോളിനുള്ള സമ്മാനം കൊടുന്നാന്ന് പറയണം. അങ്ങനെ ഗിഫ്റ്റ് തുറന്ന് കാണിച്ചു കഴിയുമ്പത്തേനും സുഗന്ധി പറഞ്ഞു, എന്തിനാ മോനെ അതിങ്ങനെ കൈ കൊടുക്കുന്നേ, അത് ആ വിരളിലേക്ക് അങ്ങോട്ട് അണിയിച്ചു കൊടുക്കാൻ പറയണം. അങ്ങനെ വരുൺ വിരൽ നീട്ടി കൊടുത്തു. ആ വിരളിലേക്ക് മനോഹർ മോതിരം അണിയിക്കുകയാണ്. അത്തേലേക്കൊന്ന് നോക്കി, വരുൺ കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്,
ഇങ്ങനെ ഇനിയും നിന്നെ കൊണ്ട് ഞാൻ മേടിപ്പിക്കൂടാ, വില കൂടിയ കുറെ ഗിഫ്റ്റൂടെ വാങ്ങിപ്പിക്കും, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം ഞാൻ അങ്ങോട്ട് പൊടിപ്പിക്കും എന്നൊക്കെ വരുൺ മനസ്സിൽ പറയുകയാണ്. പിന്നീട് കേക്ക് കട്ട് ചെയ്തതിന് ശേഷം സുഗന്ധി ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചാലോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ മനോഹരോട് അത് വേണ്ടെന്ന് പറയാം. രാഹുൽ ചോദിച്ചു അതെന്താ മോനെ ഫുഡ് കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോ വേണ്ടാന്ന് പറയാം. അത് പിന്നെ എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞില്ലോ, കല്യാണത്തിന് മുമ്പ് അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നത് ശരിയല്ലോ എന്ന് പറയാം. ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ, അച്ഛനും അമ്മയൊക്കെ അങ്ങനെ നോക്കുന്നവരാണെന്ന് ചോദിക്കാം. അതെ, അവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആന്ന് പറയാണ്. അത് കേട്ടതും സുഗന്ധി പറഞ്ഞു അന്നെങ്കിൽ വേണ്ട മോനെ കഴിക്കണ്ട, അച്ഛനും അമ്മയൊക്കെ പറഞ്ഞല്ലേ, അതുകൊണ്ട് മോൻ കഴിക്കണ്ട. പിന്നെ അതുകൊണ്ട് പിന്നെ മോനെ ഞാൻ കൂടുതൽ നിർബന്ധിക്കാത്തെന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല അമ്മയെന്ന് പറയണം. എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറയണ. ഈ സമയം സുഗന്ധി വരുണിനോട് പറഞ്ഞു ദേ മോളു നീയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചല്ല, അവനെ യാത്രയാക്കാൻ പറയണം. അങ്ങനെ വരുണും കൂടെ മനോഹറിന്റെ ഒപ്പം കാറിന്റെ അടുത്ത് എത്തോടെ. പിന്നീട് വരും പറഞ്ഞു ഇതേ അടുത്ത ബർത്ത്ഡേക്ക് നമ്മൾ രണ്ടും ഒരുമിച്ചായിരിക്കും അല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടത് മനോഹർ പറഞ്ഞു അതെ, ഇനിയിപ്പം നമ്മൾ രണ്ടും ഒന്നാകാൻ പോവല്ലേ, അപ്പൊ അടുത്ത ബർത്ത്ഡേക്ക് നമ്മൾ അതിഗംഭീരമായിട്ട് നടത്തുമെന്ന് പറയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് ഞാൻ ഇവിടെ ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയിക്കോളാം എന്നൊക്കെ പറയാം. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് മനോഹറിനെ അങ്ങ് പറഞ്ഞു വിടുവാണ്. പിന്നീട് ഒരു വല്ലാത്ത ചിരിയോട് കൂടിയിട്ടാണ് വരുണകത്തേക്ക് കയറി വരുന്നത്. വരുണ് മുറിയിലേക്ക് കയറി ചെന്നപ്പോഴത്തേന് കല്യാണി അവരെല്ലാം അവിടെ അക്ഷമയോട് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് വരുണ് മോതിരം കാണിച്ചു കൊടുത്തു. ഇതവൻ തന്നാന്ന് പറയണേ. ഇത് കേട്ടതും അങ്ങോട്ടേക്ക് വന്ന് സുഗന്ധി പറഞ്ഞു എല്ലാം തരട്ടെ എന്ന് പറയാണ്. ഇനിയും കൂടുതൽ നമുക്ക് മേടിച്ചെടുക്കാന്ന് പറയാം, അവന്റെ കയ്യിൽ നിന്ന് കുറെ പണമൊക്കെ അങ്ങോട്ട് പോട്ടെ എന്ന് പറയാണ്. പിന്നീട് വരും പറഞ്ഞു നിധിയോട് പറഞ്ഞു ഇതേ കല്യാണവും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പിന്നെ ഇതെല്ലാം നിനക്കൊള്ളാന്ന് പറയാണ്. നിനക്ക് വേണ്ട, നിന്നെ വഞ്ചിച്ചവനല്ലേ അവന്, ഇത്രയെങ്കിലും അവന്റെ നിന്ന് വാങ്ങിച്ചെടുക്കണ്ടേന്ന് ചോദിക്കും. നിന്നെ മാത്രമല്ല ഈ നിൽക്കുന്ന ജുവാനെ നിഷാനെ എല്ലാരെയും വഞ്ചിച്ചല്ലേ, അപ്പൊ അവനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയാം. കല്യാണി പറഞ്ഞു പൈസ പൊടിയുന്ന അവന്റെ അല്ല സരയുവിന്റെയാ. പിന്നെ കിരണേട്ടന്റെ അച്ഛനെ അമ്മേനെ അവരെല്ലാം കബളിപ്പിച്ചുണ്ടാക്കിയ കുറച്ച് പൈസയല്ലേ, അതുകൊണ്ട് പോകുന്ന കൊണ്ട് ഒരു പ്രശ്നമില്ലെന്ന് പറയണം. കുറച്ച് പൈസ അങ്ങോട്ട് പൊക്കട്ടെ, കബളിപ്പിച്ചുണ്ടാക്കിയ പൈസയല്ലേ, അതുകൊണ്ട് ഒരു പ്രശ്നമില്ലെന്ന് പറയണം. കമ്പനി അടിച്ചു മാറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൂട്ടിയത്. അപ്പം അയാൾക്കിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല പണി തന്നെ ഇത്, അയാളുടെ മോളെ വെച്ച് എൻ്റെ കളി അങ്ങോട്ട് കളിക്കണം എന്നൊക്കെ കല്യാണി പറയാണ്. പിന്നീട് അവരങ്ങനെ എല്ലാം കുറെ സമയം കഴിഞ്ഞിട്ടാണ് യാത്ര കഴിഞ്ഞ് പിരിയുന്നത്. ഈ സമയത്ത് ഗംഗാപ്രസാദ് ഇങ്ങനെ ആലോചിക്കുകയാണ് എങ്ങനെയെങ്കിലും കാർത്തികേനെ കൊടുക്കണം. ഒരു പക്ഷേങ്കില് കല്യാണിയും കിരണുമായിരുന്നു ഏറ്റവും വലിയ തടസ്സം. അതിലൊരു തടസ്സം നീങ്ങി കഴിഞ്ഞു, കിരൺ എന്ന് പറയുന്ന തടസ്സം നീങ്ങി. ഇനി ഇപ്പൊ കല്യാണിയാണ്, അവൾക്ക് നല്ല ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെയൊന്നും കാർത്തികേനെ ഇല്ലാതാക്കാണ്ട് കഴിയില്ല. ഒരു പക്ഷേങ്കില് താൻ എന്തെങ്കിലും നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നില് ചന്ദ്രസാന്റെ ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് അതൊന്നും അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമില്ല. പക്ഷേങ്കിൽ അധികം നാൾ ഇവിടെ നിൽക്കാനും പറ്റില്ല. അതിനു മുമ്പ് അവരാ സ്ത്രീ എവിടെയാന്ന് കണ്ടുപിടിക്കണം. കാർത്തികയുടെ അമ്മ അവരെ കണ്ടുപിടിച്ചിട്ട് ആദ്യം കാര്യങ്ങൾ നടപ്പാക്കണം. അവ കൊല്ലണമെങ്കിൽ കൊല്ലണം, മര്യാദയ്ക്ക് പണം ചോദിക്കും, തരുവാണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ കൊല്ലേണ്ട വന്നാൽ കൊന്നാലും കുഴപ്പമില്ല. പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അധികം ദിവസം ഇവരെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു തീരുമാനത്തിലൊക്കെ ഗംഗാപ്രസാദ് എത്തുവാണ്. പിന്നീട് ഗംഗാപ്രസാദ് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാഹുലിന്റെ ഫോൺ കോൾ വരുന്നത്. രാഹുൽ വിളിച്ചിട്ട് ഗംഗാപ്രസാദിനോട് പറഞ്ഞു എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറയണം. ഇത് കേട്ടത് ഗംഗാപ്രസാദ് പറഞ്ഞു എവിടെ വരണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാന്ന് പറയണം. അങ്ങനെ ഗംഗാപ്രസാദ് രാഹുലിനെ കാണാനായിട്ട് പോവാണ്. ഈ സമയത്ത് കാർത്തിക്ക് നല്ല ടെൻഷനായിരുന്നു. കാരണം അമ്മേനെ കുറിച്ച് ഓർത്തിട്ട് ഒരു പക്ഷെ അമ്മ പാലക്കാടാന്നുള്ള കാര്യം ഇവനെ അറിയത്തില്ല, എങ്ങാനും കണ്ടുപിടിക്കുമെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് കാർത്തിക് എന്ത് ചെയ്യണം, ലക്ഷ്മി അമ്മേനെ വിളിക്കണം. ലക്ഷ്മി അമ്മേനെ വിളിച്ചിട്ട് അവനിവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയണം, ഒരു മുന്നറിയിപ്പ് കൊടുക്കണം. പറയാതിരുന്നിട്ട് കാര്യമില്ല. ഒരു പക്ഷെ അമ്മയ്ക്ക് അറിയില്ലോ അവൻ ഇങ്ങോട്ടേക്ക് വന്ന കാര്യം. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ. ലക്ഷ്മി അമ്മ പറഞ്ഞൊരു കാര്യം ചെയ്യാം, മോൾ ഇങ്ങോട്ടേക്ക് വാ, എനിക്ക് മോളടുത്തില്ലെങ്കിൽ വല്ല ടെൻഷനാന്ന് പറയണം. അവിടെയാണെങ്കിൽ എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയണം. അമ്മ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്റെ കാര്യത്തില് അമ്മ ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. ഒന്നുമില്ലെങ്കിൽ ഇവിടെ കിരണും കല്യാണിയും എല്ലാരും ഉണ്ടല്ലോ, അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടി വേണ്ടെന്ന് പറയണം. ഇപ്പം കിരണോ വീണ് കിടക്കുന്നുള്ളൂ, എന്നാലും കല്യാണിയുണ്ട്, പിന്നെ കിരണേന്റെ അച്ഛനൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട അമ്മയ്ക്കെന്ന് പറയാം. പിന്നീട് ലക്ഷ്മി അമ്മനെ ആശ്വസിപ്പിച്ചിട്ട് ഫോൺ വെക്കുവാണ് കാർത്തിക. പക്ഷെ അങ്ങനെ പറഞ്ഞാലും കാർത്തികയുടെ മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ട്. ഏത് സമയത്തും അവനും കൂടെ കയറി വരാമെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് കല്യാണി അങ്ങനെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ചെന്ന് കഴിയുമ്പോഴത്തേനും കിരണ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് അവിടെ എന്തായെന്നൊക്കെ. പിന്നീട് കല്യാണി കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കിരൺ പറഞ്ഞു ഈ തവണ അവൻ രക്ഷപ്പെടില്ല, ഒരു കാരണവശാലും അവൻ രക്ഷപ്പെട്ടു പോകാൻ അനുവദിക്കില്ല, ഈ തവണ അവനെ നമുക്ക് പൂട്ടണം എന്നൊക്കെ പറയണം. അപ്പൊ കല്യാണി പറഞ്ഞു അത് ശരിയാ, ഈ തവണ ഉറപ്പായിട്ടും അവനെ പൂട്ടാൻ പറ്റും കിരണേട്ടാ. പിന്നെ എല്ലാരും ഭയങ്കര സന്തോഷിച്ചായിരിക്കുന്നേ, കിരണേട്ടന് ഓർമ്മശക്തി ഇല്ല,
അപ്പൊ കിരണേട്ടന് തളർന്നു പോയി, ഇനി ഒരിക്കലും എഴുന്നേക്കില്ലെന്ന്. ഇനി അവർക്കിട്ടൊക്കെ ഉള്ളൊരു തിരിച്ചടിയായിരിക്കും നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാ നമ്മുടെ എന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.